Hi guys, welcome back to Chemistry Tips. നമ്മുടെ questions നോക്കാം. First question. A molecular orbital of a diatomic molecule changes sign when it is rotated by 180 degree around the molecular axis. This orbital is options sigma, delta, phi, pi. Correct answer വരുന്നത് pi ആണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവിടെ ആൻസർ പൈ വന്നത്? നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എ മോളിക്കുലാർ ഓർബിറ്റൽ ഓഫ് എ ഡൈ അറ്റോമിക് മോളിക്യൂൾ. ഡൈ അറ്റോമിക് മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യാണ്. എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്? 180 ഡിഗ്രി റൊട്ടേഷൻ നടക്കുമ്പോൾ അറൗണ്ട് ദ മോളിക്കുലാർ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഏതിൻ്റെ സൈൻ ആയിരിക്കും ചേഞ്ച് ചെയ്തത് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ സിഗ്മ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ സ്പെറിക്കലി സിമെട്രിക്കൽ ഓർബിറ്റൽ ആൻഡ് ആർ റെഫേർഡ് ടു ആസ് ജെറൈഡ്. ഹെൻസ് റൊട്ടേഷൻ ബൈ 180 does not change the sign of orbital, whereas pi orbitals are ungeride in bonding, hence can change the sign when rotated by 180 degree. Diatomic molecules does not have phi and delta orbital, hence option D is correct. അതായത് സിഗ്മ ഓർബിറ്റൽ എന്ന് പറയുന്നത് ജെറൈഡ് ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല. പൈ ഓർബിറ്റൽ അൺജെറൈഡ് ആണ്, അതുകൊണ്ട് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. The spectroscopic technique by which the ground state dissociation energies of a diatomic molecules can be estimated is options microwave spectroscopy, infrared spectroscopy, UV visible absorption spectroscopy, X-ray spectroscopy. Correct answer infrared spectroscopy. എന്താണ് ക്വസ്റ്റ്യൻ? The spectroscopic technique by which the ground state dissociation energy of diatomic molecules can be estimated. ഏത് സ്പെക്ട്രോസ്കോപ്പിയാണ് അതിന് ഉപയോഗിക്കുന്നത്? ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. The term symbol for the first excited state of beryllium with the electronic configuration 1s1, 2s1, 3s1 is options 3s1, 3s0, 1s0, 2s1/2. ആൻസർ 3s1. ഇതിൻ്റെ ടേം സിമ്പിൾ കണ്ടുപിടിക്കുന്നത് മുൻപൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. The value of the commutator xpx is options IHX, -IHX, IH0. ആൻസർ വരുന്നത് 0 ആണ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുന്നതാണ്. എ തെർമോഡൈനാമിക് ഇക്വേഷൻ ദാറ്റ് റിലേറ്റ്സ് ദ കെമിക്കൽ പൊട്ടൻഷ്യൽ ടു ദ കോമ്പോസിഷൻ ഓഫ് എ മിക്സ്ചർ ഈസ് നോൺ ആസ് ഗിബ്സ്-ഹെൽമഹോൾട്സ് ഇക്വേഷൻ, ഗിബ്സ്-ഡ്യൂഹം ഇക്വേഷൻ, ജൂൾ-തോംസൺ ഇക്വേഷൻ, ഡിബേ-ഹക്കൽ ഇക്വേഷൻ. കറക്റ്റ് ആൻസർ ഗിബ്സ്-ഡ്യൂഹം ഇക്വേഷൻ. എന്താണ് ഗിബ്സ്-ഡ്യൂഹം ഇക്വേഷൻ? എ തെർമോഡൈനാമിക് ഇക്വേഷൻ ദാറ്റ് റിലേറ്റ്സ് ദ കെമിക്കൽ പൊട്ടൻഷ്യൽ ടു ദ കോമ്പോസിഷൻ ഓഫ് എ മിക്സ്ചർ. കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് വിത്ത് എ സ്ട്രോങ് ആൽക്കലി MOH shows linear fall of conductance up to neutralization point because of options formation of water, increase in alkali concentration, faster moving H plus being replaced by slower moving M plus, neutralization of acid. ഇവിടെ കറക്റ്റ് ആൻസർ faster moving H plus being replaced by slower moving M plus. The stability of a leophobic colloid is the consequence of options van der Waals attraction among the solute solvent adducts, Brownian motion of the colloidal particles, insolubility of colloidal particles in solvent, electrostatic repulsion among double layered colloidal particle. ഇവിടെ കറക്റ്റ് ആൻസർ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ among double layered colloidal particle.
Silver crystallizes in face-centered cubic structure. The second order diffraction angle of a beam of X-ray lambda equal to 1 angstrom of 111 plane of the crystal is 30 degree. Therefore, the unit cell length of the crystal would be options A equal to 3.151 angstrom, A equal to 3.273 angstrom, A equal to 3.034 angstrom, A equal to 3.464 angstrom. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ഈ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ബ്രാഗ്സ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം സ്ഥിരമായി വരാറുള്ളതാണ്. അപ്പോൾ എൻ ലാംഡ ഇക്വൽ ടു 2D സൈൻ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നിന്നും നമുക്ക് ഇവിടെ ലാംഡയുടെ വാല്യൂ 1 ആങ്സ്ട്രോം, n 2 ആണ്. അങ്ങനെ ഡി കണ്ടുപിടിക്കുക. ഡി എന്ന് പറയുമ്പോൾ എൻ ലാംഡ ബൈ 2 സൈൻ തീറ്റ എന്ന് കിട്ടും. ഡിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ അറിയാം. ഡി ഈക്വൽ ടു എ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അവിടെ എനെ കണ്ടുപിടിക്കാൻ ഈ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് എ ഈക്വൽ ടു എന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 3.464 ആങ്സ്ട്രം എന്നാണ്. നിങ്ങൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കുക. ഈ പറഞ്ഞതുപോലെ ഇക്വേഷനൊക്കെ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഫൈനലായിട്ടുള്ള ആൻസർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദ കോമ്പൗണ്ട് ദാറ്റ് എക്സിബിറ്റ് ഷാർപ്പ് ബാൻഡ്സ് അറ്റ് 3300 and 2150 cm inverse in the IR spectrum is options 1 butane, 2 butane, butronitrile, butylamine. Correct answer 1 butane. ഇവിടെ ഷാർപ്പ് ബാൻഡ്സ് അറ്റ് 3300 cm ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൽക്കൈനെയാണ്. ആൽക്കൈൻ CH ബോണ്ടാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. നൈട്രൈൽസ് ആണെങ്കിൽ ഷാർപ്പ് ബാൻഡ്സ് 2250 cm ഇൻവേഴ്സിലാണ്. ഇന്നർ ആൽക്കൈൻസ് ഹാവ് കാർബൺ കാർബൺ സ്ട്രെച്ച് അറ്റ് 2200 cm. അതുകൊണ്ട് എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. For typical Fischer and Schrock carbines, consider the following statements. First one, oxidation state of metal is low in Fischer carbene and high in Schrock carbene. Auxiliary ligands are pi acceptor in Fischer carbene and non-pi acceptor in Schrock carbene. Substituents on carbene-carbon are non-pi donor in Fischer carbene and pi donor in Schrock carbene. Last point, carbene-carbon is electrophilic in Fischer carbene and nucleophilic in Schrock carbene. The correct statements are, ഇപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്ന 1, 2 and 3, 1, 2 and 4, 2, 3 and 4, 1, 3 and 4. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. അതായത് നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ ഈസ് ലോ ഇൻ ഫിഷർ കാർബീൻ ആൻഡ് ഹൈ ഇൻ സ്ട്രോക്ക് കാർബീൻ. അതുപോലെ സെക്കൻഡ് സെൻറ്റൻസ് ഓക്സിലറി ലിഗാൻഡ്സ് ആർ പൈ acceptor in Fischer carbene on non-pi acceptor in Schrock carbene. Then fourth point, carbene-carbon is electrophilic in Fischer carbene and nucleophilic in Schrock carbene. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യന് വലിപ്പം കൂടുതലുണ്ടെന്ന് കരുതി നമ്മൾ ഒഴിവാക്കരുത്. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സയൻറ്റിഫിക് ഓഫീസർ ഓൺലൈൻ ക്ലാസ് നവംബർ 1 മുതൽ ആരംഭിക്കുകയാണ്. താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. കെമിസ്ട്രി ടിപ്സിന് ടെലഗ്രാം ചാനലുള്ള വിവരം നിങ്ങൾക്കറിയാമല്ലോ. അതായത് കെമിസ്ട്രിക്ക് മാത്രമായിട്ട് കെമിസ്ട്രി റിലേറ്റഡ് എക്സാംസ് ജോബ്സ് മാത്രം റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ടെലഗ്രാം ചാനലാണ്. അതിൽ ജോയിൻ ചെയ്യാത്തവർ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.